പൈതൃകത്തിന്റെ കളങ്കം തൊട്ടാതിരിക്കാൻ ഈ നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഈ നാടിന്റെ വികസന നായകൻ നാളെയുടെ പ്രതീക്ഷ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്നും UDFന്റെ കരുത്തനായ സാരഥിയായി ജനവിധി തരുന്ന ശ്രീ കെ നീലകണ്ഠന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും പൈതൃകത്തിന്റെയും പ്രതീകമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത ഓരോ വോട്ടുകളും കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചേക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയരെ, ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സാഹോദര്യത്തിന്റെ മതേതരത്വത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത ഓരോ വോട്ടുകളും ഉദുമ നിയോജക മതേതരത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത ഒരു വോട്ടുകളും കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് പറഞ്ഞേക്കണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
എല്ലാരും സൈഡിലേക്കൊക്കെ മോനെ. ആ കുട്ടികളൊന്ന് സൈഡിലേക്കാക്കാൻ പറയാം. അവർ സ്ഥാനാർത്ഥിനെ കാണുന്നത്. ഭരണക്കാരൻ ആരപ്പ നീലകണ്ഠരും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി ജഗത്തെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. ഇതിനെ കൂടിയിട്ട് കൊടുത്ത് കൊടുക്കണ്ടേ. ബഹുമാന്യരായ UDFന്റെ നേതാക്കന്മാരെ, പ്രിയമുള്ള UDFന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഇന്ന് 4:30 മണിക്ക് മാസ്തിക്കുണ്ടിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയാണ് ഭൂവിക്കാനത്ത് ഇപ്പോൾ ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ പെരിയ അവരുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ AB ഷാഫി, DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ധന്യ സുരേഷ്, ഏറെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KB മുഹമ്മദ് കുഞ്ഞി, പ്രിയപ്പെട്ട MK അബ്ദുറഹ്മാൻ, P ഗോപിനാഥൻ നായർ, വാസുദേവൻ, പ്രിയപ്പെട്ട അബ്ദുല്ല അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും പ്രിയപ്പെട്ട മുഴുവൻ UDFന്റെ പ്രവർത്തകരെയും നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി ഏറെ പ്രിയങ്കരനായ മുളിയാർ പഞ്ചായത്തിന്റെ കരുത്തരായ UDFന്റെ ചെയർമാൻ ശ്രീ BM അബൂബക്കറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട UDFന്റെ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, ഇതുപോലെ പരിപാടി നാളെ 11 മണിക്കിടെ നടക്കാൻ പോകുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാവുമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് സാർ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരാൻ നാളെ 11 മണിക്ക് എല്ലാവരും നാളെ ഇവിടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി KPCCയുടെ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളു. എത്രയും ബഹുമാന്യനായ ഈ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ അബ്ദുള്ള, ശ്രീ അബൂബക്കർ ഹാജി അവർകൾ, നിങ്ങളുടെ എല്ലാം അഭിമാന താരമായി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്ന ഉദുമ നിയോജക മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ K നീലകണ്ഠൻ,
ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന UDFന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയപ്പെട്ട ഷാഫിക്ക, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുഞ്ഞി, മറ്റ് മുഴുവൻ ധന്യ ഉൾപ്പെടെ പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, മുളിയാർ ഗ്രാമപഞ്ചായത്ത് ഈ റോഡ് ഷോയിലൂടെ ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉദുമ നിയോജക മണ്ഡലത്തിലെ 2ാമത്തെ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തായി മുളിയാർ പഞ്ചായത്ത് മാറും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയത് 700 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇത്തവണ ഈ റോഡ് ഷോയിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത് മിനിമം 3500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മുളിയാർ ഗ്രാമപഞ്ചായത്ത് നൽകും എന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ നെഞ്ചിടിപ്പിന്റെ വേഗത ഇതിനകം തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അവരുടെ 1-ാം ഘട്ട കണക്ക് പൂർത്തിയായി. 1-ാം ഘട്ട കണക്ക് പൂർത്തിയായപ്പോൾ തന്നെ അവർ വലിയ വോട്ടിന് പിന്നിലാണ് എന്ന സത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ആകെ കൂടി നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശങ്ക, ഇവിടെ നമുക്ക് തൊട്ടു മുമ്പ് ഒരു പ്രകടനം ചെറുതായി നടക്കുന്നത് കണ്ടു. പക്ഷെ ആ പ്രകടനമൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ല. അത് നമുക്കറിയാവുന്നതുപോലെ CJP എന്ന് പറയുന്ന ഡീലിന്റെ ഭാഗമായിട്ട് മാത്രം നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ആ ഡീല് നടന്നാലും ഉദുമ നിയോജക മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടാനാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം CPM അതിന്റെ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 1956-ൽ ബാലറ്റ് പേപ്പറിലൂടെ ചരിത്രത്തിൽ ആദ്യമായി ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കേരളത്തിൽ ആ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമതന്മാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നതിന്റെ പേരിലാണ് കണ്ണൂർ ജില്ലാ CPMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറായി ശ്രീ പിണറായി വിജയൻ യോഗത്തിൽ വന്നാൽ പോലും അധ്യക്ഷത വഹിക്കുന്ന ശ്രീ TK ഗോവിന്ദൻ എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ CPMന്റെ നേതാവ് തളിപ്പറമ്പിൽ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പയ്യന്നൂർ എന്ന് പറയുന്ന ചുവന്ന CPMന്റെ മണ്ണിൽ അവിടെ CPMന്റെ വിമത സ്ഥാനാർത്ഥിയായി UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പുന്നപ്രയുടെയും വയലാറിന്റെയും നാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് നായകത്വം വഹിച്ച ആ ആലപ്പുഴയുടെ മണ്ണിൽ 60 ആണ്ടിന്റെ പാരമ്പര്യമുള്ള പിണറായി വിജയനോളം CPMന്റെ പരിണതപ്രജ്ഞനായിട്ടുള്ള നേതാവ് G സുധാകരൻ UDFന്റെ പിന്തുണയോടുകൂടി ആലപ്പുഴയുടെ മണ്ണിൽ മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ ആയിഷ പോറ്റി എന്ന് പറയുന്ന CPMന്റെ എക്കാലത്തെയും പ്രിയങ്കരിയായ നേതാവ് ആ പാർട്ടി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് കൊട്ടാരക്കരയുടെ മണ്ണിൽ മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട്ട് PK ശശി എന്ന് പറയുന്നത് CPMന്റെ മുൻ MLA ആണ്. KTDCയുടെ ചെയർമാനാണ്. ദീർഘകാലം CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം ഇന്ന് കോൺഗ്രസിന്റെയും UDFന്റെയും പിന്തുണയോടുകൂടി ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. കേരളത്തിൽ CPMന്റെ സമുന്നതരായ നേതാവായി, ആദർശ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ആൾരൂപമായി ഒരു കാലഘട്ടത്തിൽ CPM കൊണ്ടുനടന്ന ശ്രീ VS അച്യുതാനന്ദൻ, ആ VS അച്യുതാനന്ദന്റെ നിഴലും വെളിച്ചവുമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ആ പാർട്ടി വിട്ട് മലമ്പുഴയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം CPMന്റെ സമുന്നതരായ നേതാക്കൾ, അവരുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിലെ 6 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മാസം 9-ാം തീയതി കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാകും. ആ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ CPM എന്ന് പറയുന്ന വൻമരം ഈ കേരള രാഷ്ട്രീയത്തിൽ കടപുഴകി വീഴും എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, ടീം UDF 110 സീറ്റുമായി കേരളത്തിന്റെ അധികാര സോപാനത്തിലേക്ക് കടന്നു വരുമ്പോ 35 വർഷമായി
ഈ ഉദുമയ്ക്ക് ഒരു ദുഷ്പേരുണ്ട്. അത് ചുവന്ന കോട്ട എന്നാണ്. ആ ചുവന്ന കോട്ടയെ നമ്മൾ ഈ പച്ച കൊണ്ട് പുതക്കണം. ആ ചുവന്ന കോട്ടയെ നമ്മൾ ഈ ത്രിവർണം കൊണ്ട് പുതക്കണം. അങ്ങനെ 35 വർഷക്കാലത്തെ ഉദുമയുടെ ദുഷ്പേര് അവസാനിപ്പിച്ച് ഈ കേരള നിയമസഭയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ കെ നീലകണ്ഠൻ നിയമസഭയിൽ എത്തും എന്ന് ഉറപ്പിച്ച റോഡ് ഷോയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇന്ത്യയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ നാമധേയത്തിലുള്ളതാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ അടുപ്പ് പുകയാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ 10,000-കണക്കിന് സഹോദരന്മാർ സഹോദരിമാർ ആ മണൽ നഗരത്തിൽ മണലാരണ്യത്തിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ്. ഒരു യുദ്ധത്തിന്റെ വേദനയുടെ താഴെ ജീവിക്കേണ്ടി വരുന്ന ഒരു ലോക സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തെ അമേരിക്ക നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോ, ഇസ്രയേൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഇല്ലാതെ പോയിരിക്കുന്നു എന്ന സങ്കടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഓർമ്മിക്കുന്നത് റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ 7ാം കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോ ആ കപ്പൽപ്പടയെ തിരിച്ചോടിക്കാൻ റിച്ചാർഡ് നിക്സനെ നോക്കി ഭീഷണിപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യ ഭരിച്ചിരുന്നുവെങ്കിൽ 100% നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു, ലോകത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന്. ആ യുദ്ധം ലോകത്തിന് സമ്മാനിച്ചപ്പോ ആ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് നമ്മൾ 5 ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ കേരള ജനതയുടെ സമക്ഷം അവതരിപ്പിക്കുന്നത്. അതിൽ 1ാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറുകര താണ്ടിയ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി അത് നടപ്പിലാക്കും എന്ന ഐക്യജനാധിപത്യ മുന്നണി വാക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ, മുസ്ലിം വനിതാ ലീഗിന്റെ, മറ്റ് പ്രിയപ്പെട്ട സംഘടനയിലെ വനിതകളൊക്കെ എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തൊരു ചിരി നിങ്ങളുടെ മുഖത്തുണ്ട്. കാരണം എന്താ? നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ സഞ്ചരിക്കാനും ഇനി 1 രൂപ പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാറുകൾ വീട്ടിൽ വെക്കാം, നിങ്ങളുടെ മറ്റു വാഹനങ്ങൾ വീട്ടിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് KSRTC ബസ്സിൽ കയറാം. വീട്ടിൽ ഒരു പണിയെടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ KSRTC ബസ്സിൽ കയറാം, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പോവാ, അല്ല ഇന്ദിരാ ക്യാന്റീനിൽ പോവാ, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, വീട്ടിലേക്ക് തിരിച്ചു വരിക. പക്ഷെ പോകുമ്പോൾ ആണുങ്ങളെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ KSRTCയുടെ നഷ്ടം കുറയും. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടിയുടെ പേരാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കും. CPM-ന്റെ സഖാക്കൾ ഇവിടെയൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് എന്താ ഇവർക്ക് വട്ടാണോന്നാണ്. നഷ്ടത്തിലാക്കിയ KSRTCയെ ലാഭത്തിലാക്കാൻ എങ്ങനെയാണ് സൗജന്യം കൊണ്ട് സാധിക്കുന്നത് എന്നിവർ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്നവരോട് ചൂണ്ടിക്കാണിക്കാൻ 2 ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങൾ കർണാടകയിൽ, അവിടെയും രാഹുൽ ഗാന്ധിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. അതിന്റെ പേരിൽ കർണാടകയിൽ ഇന്ന് മുഴുവൻ സ്ത്രീകളും KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നു. ഞങ്ങൾ ഭരിക്കുന്ന തെലങ്കാന, ആ തെലങ്കാനയുടെ മണ്ണിൽ അവിടുത്തെ മുഴുവൻ സ്ത്രീകളും അവിടുത്തെ ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഒന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. 3ാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പെൺമക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങൾക്കറിയാം ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പെൺകുട്ടികളുള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അവിടെ ഡിഗ്രി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും 1000 രൂപ മാസം പ്രതി സ്റ്റൈഫൻഡ് നൽകാൻ
ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളുണ്ട്. അവർക്ക് സ്വന്തമായി ഒരു തൊഴിൽ നേടണം. കാരണം PSCയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനെ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുകുത്തിയാക്കി മാറ്റി. 2 ലക്ഷം ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിൻവാതിലൂടെ നിയമിച്ചു. ഈ രാജ്യത്തെ മന്ത്രി MP രാജേഷ്, ഈ രാജ്യത്തെ മന്ത്രി രാജീവ്, ഈ രാജ്യത്തെ സ്പീക്കർ ശ്രീ ഷംസീർ, ഈ സംസ്ഥാനത്തിലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരെ പോലും പിൻവാതിലൂടെ നിയമിച്ചു. സ്വാഭാവികമായും നമ്മുടെ ചെറുപ്പക്കാർ അനാഥത്വം അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ചെറുപ്പക്കാർ സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്താൻ, ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചാൽ പലിശരഹിതമായി 5 ലക്ഷം രൂപ നൽകാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഗ്യാരണ്ടികളുമായി ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. മറുഭാഗത്ത് 10 വർഷത്തെ ദുർഭരണം. ഞാനത് പറയണമെങ്കിൽ നമ്മുടെ അറബിക്കഥകൾ പറയുന്നത് പോലെ 1000 രാവും 1000 പകലും പറഞ്ഞാലും തീരാത്തത്ര ദുരന്തത്തിന്റെ ഒരു പെരുമഴക്കാലമായിരുന്നു 10 വർഷം എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നിഘണ്ടുവിലെല്ലാം മോശപ്പെട്ട ഭാഷ. അദ്ദേഹം ഇവിടുത്തെ ആളുകളെ നോക്കി പരനാറി എന്ന് വിളിക്കുന്നു, ചില ആളുകളെ നോക്കി കുലംകുത്തി എന്ന് വിളിക്കുന്നു, ചില ആളുകളെ നോക്കി പരമതച്ച എന്ന് വിളിക്കുന്നു, ചില ആളുകളെ നോക്കി നികൃഷ്ടദീപി എന്ന് വിളിക്കുന്നു, ചില ആളുകളെ നോക്കി കുലംകുത്തി എന്ന് വിളിക്കുന്നു. സത്യത്തിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥപ്രപഞ്ചം മനസ്സിലാക്കണം. എന്താ നാറി എന്ന് പറയുന്നത്? ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മാടമ്പിമാർ, തമ്പുരാക്കന്മാർ, ആ തമ്പുരാക്കന്മാർ അധികാരത്തിന്റെ ദന്തഗോപുരത്തിൽ ഇരിക്കുമ്പോ താഴെ വയലിൽ പണിയെടുത്ത, സാധാരണ തോട്ടങ്ങളിൽ പണിയെടുത്ത സാധാരണക്കാരായ ആളുകൾ വിയർപ്പാറിയ ഉപ്പുഗന്ധവുമായി അവിടത്തേക്ക് കടന്നുവരും. അവരെ നോക്കിയാണ് നാറി എന്ന് പറയുന്നത്. തോട്ടിക്കാരന്റെ മകൻ വരുമ്പോ അവനെ നോക്കി ദന്തഗോപുരത്തിൽ നിന്ന് പരനാറി എന്ന് വിളിച്ചു. ശങ്കരക്കുറുപ്പിന്റെ കൃതിയിൽ പോലും തോട്ടിയെ പ്രധാന കഥാപാത്രമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ സാധാരണക്കാരന്റെ, ഇല്ലാത്തവന്റെ, കർഷക തൊഴിലാളിയുടെ, പാടത്ത് പണി ചെയ്യുന്നവന്റെ പാർട്ടിയായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ സാധാരണക്കാരനെ വിളിച്ച പരനാറി പ്രയോഗം നടത്തുമ്പോ ഏത് ദന്തഗോപുരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. സ്വന്തം മകന്റെ മുഖം കണ്ടെത്താൻ കണ്ണു കാണാത്ത ഒരമ്മ സ്വന്തം കൈകൊണ്ട് മുഖം പരുതുമ്പോ മുഖത്ത് നിറയെ വെട്ടാണ്. 51 വെട്ടുകൾ ഏറ്റ് പിടഞ്ഞു വീണ് മരിച്ച പ്രിയപ്പെട്ട TP ചന്ദ്രശേഖരൻ, ആ ചന്ദ്രശേഖരന്റെ മുഖത്ത് വിറവേറ്റ വെട്ടേറ്റ് സകലതും വികൃതമായ മുഖത്ത് അന്ത്യചുംബനം നൽകാൻ ഒരമ്മ, കണ്ണു കാണാത്ത അമ്മ ശ്രമിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തിരുന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ നോക്കി കുലംകുത്തി എന്ന് വിളിച്ചത്. 60 വർഷക്കാലം CPMന് വേണ്ടി പുന്നപ്രയുടെയും വയലാറിന്റെയും രണഭൂമിയായി അറിയപ്പെടുന്ന ആലപ്പുഴയുടെ മണ്ണിൽ കേരളത്തിലെ 14 ജില്ലകളിൽ പോരാട്ടത്തിന്റെ സമരവീര്യം ഉണർത്തിയ സഖാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഖാവായ G. സുധാകരൻ തെറ്റിനെതിരെ വിരൽ തൂണ്ടിയപ്പോ അദ്ദേഹത്തെ നോക്കി പരമചെറ്റ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി, ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും മുഖമായി മാത്രം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് തൊട്ടടുത്ത ദിവസം മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ 1-ാം പേജിൽ 65 ആളുകളുടെ ചിത്രം ഒരുമിച്ച് നമ്മൾ കണ്ടു. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ആറളം ഫാമിനോടടുത്ത് കാട്ടിൽ മണ്ണു ഭക്ഷിച്ച്, ഫലങ്ങൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 65 ആളുകൾ അവർ ജീവിക്കുന്ന, ദരിദ്രരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന മണ്ണാണ് ഈ കേരളം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവിടെ കപടതയുടെയും കാപട്യത്തിന്റെയും കള്ളത്തരത്തിന്റെയും മുദ്രാവാക്യങ്ങൾ മുടക്കുകയാണ് ഈ സർക്കാർ. EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 1.35 ലക്ഷം കോടി രൂപയായിരുന്നു.
10 വർഷം കൊണ്ട് ആ പൊതുകടം 6 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. സാധാരണക്കാരന് വേണ്ടിയാണോ? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിനോട് ചേർന്ന് പശുവാലയം നിർമ്മിച്ചു. ആ ആലയത്തിനകത്ത് കഴിയുന്ന പശുവിന് കേൾക്കാൻ പാട്ട്, പശുവിന് ജീവിക്കാൻ AC, പശുവിന് ആവശ്യമായിട്ടുള്ള സകലതും നൽകാൻ 45 ലക്ഷം രൂപയുടെ ആലയം നിർമ്മിച്ച ഒരു മുഖ്യമന്ത്രി. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായോ? ഇല്ല. അഴിമതിയുടെ അപ്പോസ്തലനായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയില്ലേ? 365 കോടി രൂപയുടെ ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ ഡെമോക്രസിന്റെ വാള് പോലെ ഈ മുഖ്യമന്ത്രിയുടെ തലക്ക് മുകളിൽ നിന്ന് ആടുകയാണ്. 40 വട്ടം സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെച്ചു. എന്തുകൊണ്ടാ മാറ്റിവെച്ചത്? CBI അഭിഭാഷകന് 40 വട്ടവും പനി വന്നു. 40 വട്ടവും CBIയുടെ അഭിഭാഷകർ ഹാജരാവുന്നില്ല. പിണറായി വിജയന്റെ മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുമ്പോ ആ തൂങ്ങി നിൽക്കുന്നതിന് പകരം നൽകുന്ന ഡീലിന്റെ പേരാണ് CJP എന്ന് പറയുന്നത്. മഞ്ചേശ്വരത്ത് നിങ്ങൾ BJPയെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു, കാസർഗോട്ട് നിങ്ങൾ BJPയെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു, നേമത്ത് നിങ്ങൾ BJPയെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു, പാലക്കാട്ട് നിങ്ങൾ BJPയെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിനു പകരം UDF 1ാം സ്ഥാനത്തുള്ള 12ഓളം മണ്ഡലങ്ങളിൽ നിങ്ങൾ CPMനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ തീരുമാനിക്കുന്നത് ചന്ദ്രശേഖരനും പിണറായിയുമായിരിക്കാം, തീരുമാനിക്കുന്നത് സുരേന്ദ്രനും ഗോവിന്ദൻ മാഷുമായിരിക്കാം. പക്ഷെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിൽ നാളെ PSCക്ക് ഒരു ചോദ്യം വരും. ഈ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേരെന്ത് എന്ന ചോദ്യം വരുമ്പോ അതിന് നേരെ നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയും. അത് പിണറായി വിജയനാണ് എന്ന്. ഈ ഡീല് കൊണ്ടൊന്നും കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ല. കാരണം അത്രയും വലിയ ശാപമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികൾ, മുസ്ലിം യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ സ്വർണം കട്ടരാരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടും പാടി ഇവിടെ റോഡ് ഷോ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ സല്യൂട്ട് ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അഴിമതിക്ക് മുമ്പിൽ മതത്തിന്റെ അതിർവരമ്പുകളില്ല, ജാതിയുടെ അതിർവരമ്പുകളില്ല. ഈ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച ഒരു പാർട്ടി, ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയും പാർട്ടിയും അയ്യപ്പന്റെ മുതല് പോലും കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കാറിന്റെ നിറം നിങ്ങൾ കണ്ടിട്ടില്ലേ? കറുപ്പാണ്. കേരളത്തിലെ എല്ലാ ഭരണാധികാരികളും EMS മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടുള്ളത് വെള്ള അംബാസഡർ കാറിലാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ കാറിന്റെ നിറം കറുപ്പ്. എന്താ കാര്യം എന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഈ ഹിന്ദു ജ്യോതിഷശാസ്ത്രപ്രകാരം അയ്യപ്പൻ ശനീശ്വരനാണ്. അയ്യപ്പന്റെ കളറ് കറുപ്പാണ്, അല്ലെ? എന്റെ കറുപ്പല്ല കേട്ടോ. അപ്പോ ആ കറുപ്പ്, അപ്പോ നമ്മളെ പയ്യന്നൂരിലുള്ള ഒരു മഹാപണ്ഡിതനായിട്ടുള്ള ജ്യോതിഷം പറഞ്ഞു, അയ്യപ്പ കോപം രൂക്ഷമാണ്. വനിതകളെ അയ്യപ്പന്റെ 18ാം പടി കയറ്റാൻ തീരുമാനിച്ചപ്പോ അയ്യപ്പന്റെ കോപമുണ്ടായി. ഈ കോപത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞു. പിണറായി വിജയന് കറുത്ത വസ്ത്രം ധരിക്കാൻ പറ്റൂ? സഖാക്കൾ കല്ലെറിയില്ലേ? അവസാനം പറഞ്ഞു ഒന്ന് മോഡിഫൈ ചെയ്താലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കറുപ്പ് കാറിൽ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വീണ്ടും കലാപം, മകൾക്കെതിരെ കേസുകളുടെ പ്രളയം, ദുബായിലിരിക്കുന്ന മകനെതിരെ കേസ്. അവസാനം വീണ്ടും ജ്യോതിഷന്റെ അടുത്ത് പോയി. ജ്യോതിഷം പറഞ്ഞു 2 ദോഷങ്ങളുണ്ട്, ഒന്ന് ഗോശാപം, ഒന്ന് അയ്യപ്പശാപം. അങ്ങനെയാണ് 45 ലക്ഷം രൂപ ചെലവഴിച്ച് ഗോക്കളെ പരിപാലിക്കാൻ ഒരാലയമുണ്ടാക്കിയത്. പിണറായി പാറപ്പുറത്ത് തേരാപാര നടക്കുന്ന കാലഘട്ടത്തിൽ പോലും പിണറായി വിജയൻ ഒരു പശുവിനെ വളർത്തിയ ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ 2 മുഖ്യമന്ത്രിമാർ മാത്രമാണ് ആലയം സൃഷ്ടിച്ച് മുൻപോട്ട് പോകുന്നത്. ഒന്ന് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UPയുടെ മുഖ്യമന്ത്രി, മറ്റൊന്ന് ഈ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. തീർന്നില്ല ശാപം. അവസാനം പറഞ്ഞു അന്നദാനം നടത്തണം സ്വാമിമാർക്ക്. പറ്റുമോ? അവസാനം എന്താ കഴിയത്? അയ്യപ്പ മഹാസംഗമം നടത്താൻ തീരുമാനിച്ചു പമ്പാ നദിയുടെ തീരത്ത്. അയ്യപ്പ മഹാസംഗമത്തിലെ 5000 ആളുകളെ ക്ഷണിച്ചു. ഒരൊറ്റ അയ്യപ്പനും പോയില്ല. കമ്മ്യൂണിസ്റ്റുകാരായ അയ്യപ്പന്മാര് പോലും പോകാതപ്പോ ആകെ 600 ആളുകൾ ആണ് ആ സംഗമത്തിൽ പങ്കെടുത്തത്. എന്തേ ആളില്ലാതെ എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് ഭയങ്കര AC-യുടെ കൊഴുപ്പാണ്, അതുകൊണ്ട് എല്ലാവരും പോയി എന്നാണ്. മരം കോച്ചുന്ന വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പിൽ
ശബരിമല താണ്ടുന്ന അയ്യപ്പനെ നോക്കിയിട്ടാണ് പറഞ്ഞത് AC-യുടെ തണുപ്പ് കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ആളുകൾ പങ്കെടുത്തില്ല. ആ യോഗത്തിലേക്ക് മുഖ്യമന്ത്രി പാതി വഴിയിൽ കാറ് നിർത്തി. ഒരാളെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രി അങ്ങയുടെ പ്രസംഗം ഗംഭീരമായി എന്നൊരു ആങ്കർ പറഞ്ഞപ്പോ ഉണ്ടാതെ നിന്നു എന്ന ആങ്കറെ പേടിപ്പിച്ച ഒരു മുഖ്യമന്ത്രി, മൈക്കുകാരനെ കണ്ടാൽ വല്ലാത്ത രീതിയിൽ എന്താ ചുവപ്പ് കണ്ട പോത്തിനെ പോലെ എന്ന് പറയുന്നത് പോലെ ഓരോ മൈക്കുകാരനെയും ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പമ്പാ നദിയിലേക്ക് വരുന്ന വഴിയിൽ 25 മിനിറ്റ് ഒരു സ്ഥലത്ത് കാത്തുനിന്നു ഒരാളെ കയറ്റാൻ. ഏതാ ചരക്ക് അറിയോ? വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശം നടത്തുന്ന, കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ സെക്രട്ടറിയായിരുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചപ്പോ അവിടെ നടന്നത് അതിനേക്കാളും ഗംഭീരപ്പെട്ട അടിയിലാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശം വാസവൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി വായിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, BJPക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം വകുപ്പ് മന്ത്രി. നിങ്ങൾക്ക് വേറെ മുഖ്യമന്ത്രിമാരെ കണ്ടില്ലേ? നല്ല അഭിമാനത്തോടെ അന്തസ്സോടെ തലയുയർത്തി കർണാടകത്തിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യുണ്ട്. തമിഴ്നാട്ടിൽ ശ്രീ കരുണാനിധി അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സ്റ്റാലിൻ അവിടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രി തെലങ്കാനയിലുണ്ട്. ഈ മുഖ്യമന്ത്രിമാരെ എല്ലാം വെച്ചതിന് ശേഷം UP മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിക്കുന്നു നമ്മുടെ സഖാക്കൾ. ആ യോഗത്തിൽ വെച്ച് പിണറായി വിജയനെ നോക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു വിശ്വാസിയാണ്, പക്ഷെ പിണറായി വിജയൻ ഇരട്ട വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. നോക്കിയപ്പോ എല്ലാവരും ഒരു അയ്യപ്പന്റെ വിഗ്രഹം വാങ്ങിച്ചു. പിണറായി വിജയൻ 2 അയ്യപ്പന്റെ വിഗ്രഹം വാങ്ങിച്ചു. ഒന്ന് മോൾക്ക്, ഒന്ന് മോന്. കാരണം രണ്ടുപേരും ഒരുപാട് കേസുകളിൽ കുടുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അയ്യപ്പ മഹാസംഗമം നടത്തി അയ്യപ്പനെ പറ്റിക്കാൻ ശ്രമിച്ചപ്പോ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്താണ് കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ പേരിലല്ല, മുസ്ലിം ലീഗ് കൊടുത്ത പരാതിയുടെ പേരിലല്ല, ഹൈക്കോടതി സ്വമേധയാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു, SIT-യെ പ്രഖ്യാപിച്ചു. അന്വേഷണം നടന്നപ്പോ സ്വർണം കെട്ടത് ആരാണ് എന്ന് മനസ്സിലായി. അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് മനസ്സിലായി. ആരാ? പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ സമുന്നതരായ നേതാവ് പത്മകുമാർ MLA, നിരവധി തവണ പിണറായി വിജയന് വേണ്ടി സകലതും ചെയ്ത ഒരാൾ. അതുപോലെ തന്നെ വാസു, അങ്ങനെ നിരവധിയായിട്ടുള്ള CPM-ന്റെ അനുഭാവികളെല്ലാം ശബരിമലയിൽ അകത്താകുന്നത് കണ്ടപ്പോഴാണ് ഇവർക്ക് ഹാലിളകിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ മനോനിലയിൽ മാറ്റമുണ്ടാക്കാൻ, കേരള ജനതയുടെ മനോമുഖരത്തിലേക്ക് മാറ്റമുണ്ടാക്കാൻ CPM കണ്ടെത്തിയ മാർഗം 10 കോടി രൂപ ചെലവിൽ കേരളത്തിലുടനീളം വമ്പൻ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുക, ബോർഡുകൾ സ്ഥാപിച്ചിട്ട് അതിനകത്ത് എന്താ പറയുന്നത്? മറ്റാരുണ്ട് LDF അല്ലാതെ. കേൾക്കാൻ നല്ല രസമുള്ള വാക്കാണ്. എല്ലാവർക്കും തൊഴിൽ നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ. ഇത്രയും മനോഹരമായ ആരോഗ്യരംഗം അതുണ്ടാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിണറായി വിജയന്റെ ഒറ്റ ഫോട്ടോ. നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, അല്ല പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ ബോർഡൊന്നും വെക്കുന്നില്ലേ? കേരളം മുഴുവൻ പിണറായി വിജയന്റെ ബോർഡുകൾ, ആ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു, എന്താ നിങ്ങളുടെ സ്ഥിതി? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കയ്യിൽ പണമില്ല, സാധാരണക്കാരന്റെ ചെറിയ വിയർപ്പൊഴുക്കിയ പണം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഐക്യജനാധിപത്യ മുന്നണി നേരിടുകയാണ്. കള്ളപ്പണം കൊണ്ട് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതുകൊണ്ടാണ് അവർ ഈ ബോർഡുകളെല്ലാം വെച്ചത് എന്ന് പറഞ്ഞപ്പോ PM പറഞ്ഞു, അല്ല ഞാൻ കരുതിയത് ഇത് നിങ്ങൾ വെച്ച ബോർഡാണെന്ന്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, പിണറായി വിജയന്റെ മുഖം കണ്ടാൽ കേരളത്തിൽ ആരും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ 1000 പിണറായിയുടെ സൗന്ദര്യമുള്ള ചിരിക്കുന്ന മുഖം ഈ കേരളത്തിലെ 14 ജില്ലകളിൽ സ്ഥാപിച്ചാലും, ആയിരക്കണക്കിന് പരസ്യം കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, മെയ് 4-ാം തീയതി പുലർകാലത്ത് 8 മണിക്ക് കുളിച്ച് റെഡിയായിട്ട് എല്ലാവരും ചാനലിന്റെ മുമ്പിൽ ഇരിക്കണം. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ, അരുണിന്റെ ചാനൽ തന്നെ നോക്കണം. അരുണ് പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കണം. ഇത്ര കാലം അരുണ് പറഞ്ഞതിനെല്ലാം ഇക്ക ഇന്ന ഇക്ക ഇപ്പ എന്നാക്കി മാറ്റാൻ കഴിയുന്ന വാർത്ത 8 മണിക്ക് നീലകണ്ഠേട്ട കേൾക്കും. പേടിയുണ്ടോ? 8 മണിക്ക് ആരംഭിക്കും. 9, 10, 11
11 മണിയാകുമ്പോ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് വരണം. മാലപ്പടക്കം പൊട്ടിക്കണം. ഇതുപോലെ റോഡ് ഷോ ആരംഭിക്കണം. 12 മണിയോടെ നിങ്ങൾക്കറിയാൻ സാധിക്കും കേരളത്തിൽ 110 സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഈ അന്ധകഭരണം അവസാനിപ്പിച്ച് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. ഇരട്ടി മധുരം അത്രയല്ല, 35 വർഷത്തെ ഈ കിരാത ചുവപ്പുകോട്ട എന്ന ദുർനാമം ഉദുമയുടെ ശിരസിൽ നിന്ന് മായ്ച്ചുകൊണ്ട് ശ്രീ കെ നീലകണ്ഠൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉദുമ തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്ന വാർത്ത കേൾക്കാൻ നിങ്ങൾക്കും എനിക്കും ഇടയുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മെയ് 4 ശേഷം നിങ്ങൾ ഇവിടെ നടത്തുന്ന ഉജ്ജ്വലമായ സ്വീകരണ സമ്മേളനത്തിൽ ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ ഇടയുണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് യു ഡി എഫ്.